തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ അതിജീവിത നേരിട്ടത് ക്രൂരമായ പീഡനം. കഴുത്തിൽ കത്തിവച്ചാണ് ഉപദ്രവിച്ചത് എന്നും കസ്റ്റമറുടെ കൂടെ നഗ്നയായി കിടത്തി ഗുണ്ടകൾ വീഡിയോ ചിത്രീകരിച്ചുവെന്നും അതിജീവിത. അതേസമയം തന്നെ നടന്നത് ബിസിനസ് എതിരാളികളുടെ കൊട്ടേഷനാണ് എന്ന് സ്പാ ഉടമയും പ്രതികരിച്ചു. കേസിൽ പോലീസിന്റെ കൃത്യവിലോപത്തിനെതിരെയും വിമർശനം ഉയർന്നു. മരണസുബിനുൾപ്പെടെയുള്ള ഗുണ്ടകൾ നടത്തിയത് ക്രൂരമായ പീഡനമെന്നാണ് അതിജീവിത പറയുന്നത്. കഴുത്തിൽ കത്തിവെച്ചാണ് ബലാത്സംഗം ചെയ്തത്. ബലാത്സംഗത്തിന്റെ വീഡിയോ ഫോണിൽ സുബിൻ ചിത്രീകരിച്ചു. തന്നെയും കസ്റ്റമറെയും നഗ്നരാക്കി ഒരുമിച്ച് കിടത്തി വീഡിയോ ചിത്രീകരിച്ചെന്നും അതിജീവിത പറഞ്ഞു. ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ട് അവര് ക്രിസ്മസും വിഷുവിനും ഒക്കെ ഇവിടെ വരാറുള്ളതാ. സുബിന് അവര് ആദ്യം 30 ചോദിച്ചു, അത് കഴിഞ്ഞ് 50 ചോദിച്ചു. അപ്പൊ ഞങ്ങളെ 3 പേരുടെയും കയ്യിൽ നിന്ന് 50 ചോദിച്ചിട്ടാണ് ഞങ്ങൾ വന്നു പോകുന്നവരാ, ഒരു പൈസയും ഞങ്ങളുടെ കയ്യിൽ ഇല്ല, ഞങ്ങൾ 10,000 രൂപയായിട്ട് വന്നു പോകുന്നതാന്ന് പറഞ്ഞു. കൊട്ടേഷനാണെന്ന് സുബിൻ എന്നോട് പറഞ്ഞു. കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നതാ, ഞാൻ 2 വർഷം ജയിലിലായിരുന്നു, 2 വർഷം 2 ദിവസമായുള്ള ഇറങ്ങിയിട്ടെന്നു. എന്നെ ഭയങ്കര വേദനിപ്പിച്ചിട്ടുള്ള പീഡനമായിരുന്നു. കാരണം പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. അതുപോലെ വേദനയും മറ്റേ ഒരുപാട് ഗുളികകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു നിമിഷം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ഉപദ്രവിച്ച് അവനവിടെ ചെയ്തത്. ഗുണ്ടകൾ 50,000 രൂപ ആവശ്യപ്പെട്ടെന്നും സ്പായിലെ തന്റെ സഹപ്രവർത്തകയും പീഡനത്തിന് ഒത്താശ ചെയ്തുവെന്നും അതിജീവിത പറഞ്ഞു. അതേസമയം നടന്നത് ബിസിനസ് എതിരാളികളുടെ കൊട്ടേഷനാണെന്നാണ് സ്പാ ഉടമയുടെ പ്രതികരണം. ഗുണ്ടാപ്പിരിവ് നൽകാത്തതിലാണ് ആക്രമണമെന്നത് എതിരാളികൾ പറഞ്ഞു പരത്തിയതാണെന്നും സ്പാ ഉടമ പറഞ്ഞു. തിരുവല്ലയിൽ തന്നെ ഒരു ആൻസ്പാ അവര് കൊട്ടേഷൻ കൊടുത്തതാണ്. അതായത് മറ്റേ പിരിവിനൊന്നല്ല, പിരിവിന് വന്നത് നമ്മളിപ്പം ഗുണ്ടാപ്പിരിവെന്നൊക്കെ പിരിവിച്ചിട്ട് പോയപ്പോഴേ നമ്മുടെ തർക്കം വേണ്ടിട്ട് ആ കൊട്ടേഷൻ വന്നിട്ട് നമ്മൾ 2 മണിക്കൂർ നമ്മുടെ ഡോറ് വന്നിട്ട് ഡോറും അടച്ച്. അല്ലാതെ നമ്മൾ ചുമ്മാ മറ്റേ ഗുണ്ടാപ്പിരിവിന്റെ സ്കീമല്ല. ഓക്കെ, ഈ കേസ് മാറ്റാൻ വേണ്ടിട്ട് ഈ തന്നേക്കുന്ന ടീമില്ലേ അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്യുക. കേസിൽ പോലീസിന്റെ ശ്രദ്ധക്കുറവും കൃത്യവിലോപവും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. പട്ടാപ്പകൽ ഗുണ്ടാവിളയാട്ടം രൂക്ഷമായത് പോലീസിന്റെ ശ്രദ്ധക്കുറവായി ആരോപിക്കുന്നു. അതേസമയം അനധികൃത സ്പാകൾ പ്രവർത്തിക്കുന്നത് പോലീസിന്റെ ഒത്താശയോടെയാണെന്ന ആരോപണവും ശക്തമാണ്. പല പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരം സ്പാകളിലെ നിത്യസന്ദർശകരാണെന്നും ആരോപണമുണ്ട്. പോലീസിനെതിരായ ആരോപണങ്ങളിൽ ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.